ഇതുണ്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കാന്താരി ചെടിയാണ്, ചെറുകാന്താരി. ഇത് ഒരു ഇലയെല്ലാം മഞ്ഞ കളർ വന്നിട്ട് മൊത്തം പോയിരുന്നു. മഞ്ഞ കളർ വന്നിട്ട് ഇലയെല്ലാം കൊഴിഞ്ഞു പോയി. ഇതിപ്പം അത് കഴിയുമ്പോൾ ഞാൻ ഇതിന് ഒരു ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാന്താരി, വെളുത്തുള്ളി. കാന്താരി എന്ന് പറഞ്ഞപ്പോൾ 2-3 ചെടിക്കാണെങ്കിൽ ഒരു കുടം വെളുത്തുള്ളിയും ഒരു പിടുത്തം കാന്താരി നമ്മളെടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് അത് അതിനകത്ത് പിന്നെ നമ്മളൊരു ഈ കൈ കഴുകുന്ന ലിക്വിഡ് ഇല്ലെങ്കിൽ മറ്റേ ചൊറുക്ക ഒഴിച്ചാൽ മതി. ഒരു 2-3 സ്പൂൺ ചൊറുക്കം കൂടെ ഒഴിച്ച് 1/2 ലിറ്റർ ഉള്ളെങ്കിൽ അതിനകത്ത് 3 ഇരട്ടി വെള്ളമെന്നാണ് പറയുന്നത്. അപ്പം ഞാനൊരു 3-4 ഇരട്ടി വെള്ളം ചേർത്ത് കേട്ടോ. 1/2 ലിറ്റർ ലിക്വിഡിന് ഇതെല്ലാം കൂടെ അരച്ച് 1/2 ലിറ്റർ ഉണ്ടായി അരിച്ചെടുത്തപ്പം. അതിനകത്ത് ഞാനൊരു 3 ലിറ്റർ വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ടായി. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കേട്ടോ. ഇതുണ്ട്. അത് കഴിഞ്ഞ് ആ മഞ്ഞ കളറെല്ലാം മാറിയിട്ട് മൊത്തം പച്ചയായേ. കണ്ടോ, കാന്താരി മുളക് നിൽക്കുന്നുണ്ടോ? ചെറുകാന്താരിയാണ്, നല്ല ടേസ്റ്റാണ് ഈ മുളക് കേട്ടോ. നമ്മുടെ മുറ്റത്ത് 2 ചുവടുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ കാണിച്ചു, ഇത് രണ്ടാമത്തത്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് മുളക് കായ്ച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കായ്ച്ചു കണ്ടോ. അപ്പോൾ അത് നല്ലൊരു മരുന്നാണ്. നമ്മൾ വെറുതെ കടയിൽ നിന്ന് പോയിട്ട് പൈസ മുടക്കി ഒരുപാട് രാസവളം മേടിച്ചൊക്കെ ഒഴിക്കുന്നതിലൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഉണ്ടോ, എന്താ ഇപ്പോൾ മുളക് കായ്ച്ചുണ്ടോ. ഇപ്പോൾ 2 മഴയും കൂടെ പെയ്തപ്പോഴത്തേനും ഉണ്ടല്ലോ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് മൊത്തം ഈ ചെടി പോകുമെന്നാണ് ഓർത്തത്. പക്ഷേ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതുണ്ട്. ഇത് ഫുള്ള് മഞ്ഞയായിരുന്നു, ഇല ഫുള്ള് പോയി. ഇപ്പോൾ ഇത് നിറച്ച് മുളക് കായ് വരുന്നുണ്ട്. ഇത് വേറെ ഒരു ടൈപ്പാണേ, ചെറുകാന്താരി അല്ല കേട്ടോ. അതുകൊണ്ട് മുളക് കാണിക്കാം. കണ്ടോ, മുളക് കണ്ടില്ല അല്ലേ? ഇതാണ് അതിൻ്റെ മുളക്. കണ്ടോ, ഇത് നല്ലൊരു പ്രത്യേക മണമുണ്ടേ. തോരനിടാനും സാമ്പാറിലൊക്കെ 2 മുറിച്ചിട്ടാലും നല്ല ഒരു ടേസ്റ്റുള്ള മുളകാണ്. ഇത് 2 കളറുണ്ട് കേട്ടോ. ഇതൊരു വെള്ള പോലെ വരും. ഇതുണ്ട്. ഇത് വേറെ ഒരു ടൈപ്പ്. 2 ഒരു ചൂടല്ല, 2 തൈ വെച്ചപ്പം 2 ചൂടായിട്ട് ഒരു ചാക്കിൽ നിൽക്കുന്ന. അപ്പോൾ 2 2 ടൈപ്പാണ്. ഇത് 2 ഒരു ടേസ്റ്റാണ്. ഇത് ഒരു ടൈപ്പ്, ഇതൊരു ടൈപ്പ്. കണ്ട, ഇതാണ് മുളക്. 2 ഒരു ടേസ്റ്റാണ്. ഞാൻ ഇഷ്ടം പോലെ കാന്താരി ഉള്ളതുകൊണ്ട് ഇതാണ് ഞാൻ കറിയിലെല്ലാത്തിനും പച്ചമുളക് ചേർക്കേണ്ടടുത്ത് ഇതാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ മഴയായപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ ഇവിടെ ഓരോന്നൊക്കെ വെച്ച് വരുന്നുണ്ട്. ഇത് ടൊമാറ്റോ ഇതിൻ്റെ കായൊക്കെ ഇട്ട് വരുന്നു. ഉണ്ടോ, ചെറിയ തയ്യാട്ടോ. ഇത് വയലറ്റ് കളറുള്ള ഒരു ചീനിച്ചെടിയാണേ. ഇതുണ്ട്, വയലറ്റ് കളറാണ്. അതിൻ്റെ തണ്ട് കണ്ടോ, ഉണ്ടോ തണ്ട്. ഇത് ആയിട്ടില്ല, 2-3 തൈയുണ്ട്. കണ്ടോ, 2-3-4 തൈയുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം. പിന്നെ മധുരക്കിഴങ്ങ് ഇതുണ്ട്. ഇത് നല്ല വയലറ്റ് കളർ, അതായത് പെർപ്പിൾ കളറാണ് അതിൻ്റെ കിഴങ്ങ്. ഇതുണ്ടോ, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 ചൂട് നട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കുറേ വിത്ത് കിട്ടി. അപ്പം ഞാൻ നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഒരു സൈഡിൽ അടുത്ത പറമ്പിൽ ഒരു കുഞ്ഞ് തൈ നിന്നേ വെറുതെ പറിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ 2ആക്കി കണ്ടിച്ച് ചുമ്മാ നട്ടു വെച്ചു. അപ്പം വലിയ തേങ്ങാക്കയിൽ മുഴുപ്പിൽ വിത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല കപ്പ പുഴുകും പോലെ ഉണ്ട് ഇതിൻ്റെ വിത്ത്. ഞാനതാണ്, എനിക്ക് കളയാൻ മടിയായിട്ട് ഇതുണ്ട്, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നട്ട് വെച്ചതാണ്. പക്ഷേ അത് പടർന്നു വരുക. ഇനിയിപ്പോൾ ചിങ്ങത്തിന് മുമ്പേ നമുക്ക് ഈ 6 മാസം മൂപ്പുള്ളൂ. ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്ക് പൊട്ടിച്ചാൽ നന്നായിട്ട് വിളഞ്ഞു കിട്ടും. അത് കഴിഞ്ഞിട്ട് വള്ളി എടുത്തിട്ട് നമ്മൾ കണ്ടിച്ച് തടവിട്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറിക്കാതെ ഇട്ട ഇഞ്ചി കിളിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നനചേമ്പെന്ന് പറയും, അതൊരു 5-6 ചൂടുണ്ട്. പിന്നെ ഇത് കുരുമുളക്
കാന്താരി ചെടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണ കായ ഉണ്ടായി വന്നിട്ടുണ്ട്. തയ്യത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, കറിവേപ്പില ഉണ്ട്. കറിവേപ്പിൻ്റെ മരമാണ് നിൽക്കുന്നത്. പപ്പായ തൈയുണ്ട്. അതെ, ടൊമാറ്റോ തൈയുണ്ട്. മുളക് 5-6 ചെടി നിൽപ്പുണ്ട്, കാന്താരി ചെടി. പക്ഷേ അങ്ങോട്ട് കയറാൻ പാടില്ല. ഞാനത് തന്നെ ഇവിടെ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പിടിക്കുന്നത്. നമ്മുടെ ചിങ്ങം വാഴ, ചിങ്ങമ്പഴം എന്ന് പറയും. അതായത് റോബസ്റ്റ ആയിരിക്കും, എനിക്കറിയില്ല. ഞാൻ ചിങ്ങമ്പഴം എന്നാണ് പറയുന്നത്. എന്താണ്, കൊലയെടുക്കാറായി കേട്ടോ. വളമൊക്കെ ഇട്ട് തടവെടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരെണ്ണേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ കറിവേപ്പ്. ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട് കണ്ടോ. നമുക്ക് എവിടെയും പോകണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പച്ചമുളക് എന്ന് പറയുന്ന സാധനം ഞങ്ങൾ വാങ്ങാറില്ല. ഇഷ്ടം പോലെ നമ്മുടെ മുറ്റത്ത് തന്നെ ഇഷ്ടം പോലെ കാന്താരി ഉണ്ട്. പിന്നെ നമ്മളെന്തിനാ വാങ്ങണേ, ഇത് വേസ്റ്റായി പോകില്ലേ. അതുകൊണ്ട് നമ്മളിത് കാന്താരി, എല്ലാത്തിനും കാന്താരി. പിന്നെ കാന്താരി ചേർക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. മോര് കറി ഉണ്ടാക്കിയാലും കാന്താരി ഇട്ടേ ഭയങ്കര ഒരു പ്രത്യേക രുചിയാണ്. പച്ചമുളക് ഇട്ടാൽ അത്രയും പച്ചമുളകിന് രുചി കിട്ടത്തില്ല. കാന്താരിക്കാണ് രുചി. കണ്ടോ, അപ്പം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.